guys, welcome back to Silent Learning. It's me, Sri Bhama SB. അപ്പൊ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാം അല്ലെ, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എക്സാം നമ്മുടെ അവിടെ എത്തി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം? വെറുതെ വായിച്ചുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കി പഠിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലെ. ഒന്നാമത് നമ്മുടെ എക്സാമിന്റെ പാറ്റേണുകളും കാര്യങ്ങളൊക്കെ മാറി വരാന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ച് സെറ്റ് ആക്കാന്നുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് മിസ്സിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്ത which is the right process that take place during photosynthesis എന്ന് വെച്ചാൽ റിസീവ് ഓക്സിജൻ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, റിലീസ് ഓക്സിജൻ നോട്ട് റിസീവ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ഓക്സിജൻ ആണോ, റിസീവ് കാർബൺ ഡൈ ഓക്സൈഡ് നോട്ട് റിലീസ് ഓക്സിജൻ ആണോ? ഇത് വായിച്ചു നോക്കിയാൽ മതിയടാ. പ്രകാശ സംശ്ലേഷണം നടന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണോ? അല്ല. ഓക്സിജൻ പുറത്തുവിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയാണോ? അതോ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുകയാണോ? അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളോട്ടെടുത്ത് ഓക്സിജൻ പുറത്തുവിടല്ലേ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് മിസ് പറഞ്ഞുതരും. ഡോണ്ട് വറി. ഇപ്പൊ ജസ്റ്റ് ആൻസർ മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനിയോ, ഇത് നിങ്ങളോട് ഫുൾഫിൽ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു ടേബിൾ ഫുൾഫിൽ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം എന്താണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ പ്രകാശ സംശ്ലേഷണം. അപ്പൊ സസ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അവരങ്ങനെ നമ്മളെ പോലെ മടിയന്മാരെന്നില്ല, വേറെ ആരും ഉണ്ടാക്കി തരുമ്പോൾ വെയിറ്റ് ചെയ്യുന്നില്ല, ഹോട്ടലിൽ വെയിറ്റ് ചെയ്യില്ല. അത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ഇലകളിൽ വെച്ചിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അതിന് എന്തൊക്കെ വേണം? ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് സൂര്യപ്രകാശം, സൺലൈറ്റ് ഇല്ലാത്ത പരിപാടിയില്ല. സോ സൺലൈറ്റ് വേണം. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കും. റെഡി. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർ ഇലകളിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇലയ്ക്ക് പച്ചക്കളർ കൊടുക്കുന്ന ഒരാള് നമ്മൾ പറഞ്ഞില്ലടാ, എന്തായിരുന്നു ഇലകൾക്ക് പച്ചക്കളർ കൊടുക്കുന്ന ആള്? ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ അല്ലെ. അപ്പൊ മൂപ്പരുടെ പ്രസൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മളെ പോലെ തന്നെ വെള്ളവും ഒക്കെ വേണ്ട ആളുകളാണ്. സോ വെള്ളം വേരുകളിൽ നിന്ന് വലിച്ചെടുക്കും ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് എന്തിനാവശ്യമായിട്ടുള്ളത്? ഫോട്ടോസിന്തസിസ്. ഇങ്ങനതെല്ലാം കൂടിയിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഓക്സിജൻ പുറത്തുവിടുന്നു. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. റെഡി. അപ്പൊ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. സോ ദ ആക്ടിവിറ്റി is called photosynthesis. Chlorophyll is a pigment in the leaves that help plants to produce food. Oxygen is also produced in the result of activity. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മിസ്, എങ്ങനെ പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു പാട്ടോട് കൂടിയിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ. അപ്പൊ പാട്ട് പഠിച്ചു വെച്ചാൽ മതി, എല്ലാം ഈസി ആയിരിക്കും. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടിയാൽ എന്താണ് ഉണ്ടാവുക? സൂര്യപ്രകാശവും ഹരിതകവും കൂടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം പിന്നെ കൂടിയാ പിന്നെ എന്താണ് ഉണ്ടാവുക? ഓ ഫോട്ടോസിന്തസിസ്. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു, ജലം വലിച്ചെടുത്തു, അത് കഴിഞ്ഞിട്ട് ഇലയിൽ വെച്ച് ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിന് സൺലൈറ്റ് വേണം. ആൻഡ് ഹരിതകം, ഇലയ്ക്ക് പച്ചക്കളർ കൊടുക്കുന്ന ഹരിതകം വേണം. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അമ്മേ സോറിടാ, മിസ് വീടാൻ പോയി, സോറി. അപ്പൊ എന്നിട്ട് അവരുണ്ടാക്കുന്ന ഫുഡിന്റെ പേരാണ് ഗ്ലൂക്കോസ്. നമ്മുടെ ഗ്ലൂക്കോസ് പൊടി എന്നൊക്കെ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ആണ് അവർ ഉണ്ടാക്കുന്നത്. പ്ലസ് പുറത്തുവിടുന്ന ഓക്സിജൻ. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് മാത്രം എന്റെ മക്കളെ പഠിച്ചാൽ മതി. ഇത് വെച്ച് എലാബറേറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത നോക്കടാ, ഈ പിക്ചേഴ്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ഇവ രണ്ടും മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്നവയാണല്ലോ. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാ ചോദിച്ചിട്ടുള്ളത്? വാൻഡി ഉണ്ട്, ലൊറാന്തസും ഉണ്ട്. വാൻഡ പറഞ്ഞാൽ നമ്മുടെ മരവാഴ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ നോക്കൂ, ഇതാണ് നമ്മുടെ മരവാഴ. യെസ്. അതേപോലെ ഇവനാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ലൊറാന്തസ് അല്ലെങ്കിൽ ഇത്തിൽ കണ്ടി എന്ന് പറയുന്നവരല്ലേ. അപ്പൊ ഇവര് ഈ രണ്ടാളുകളാണ് ഇതിനകത്തുള്ളത്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ ഈ വാൻഡയുടെ സ്പെഷ്യാലിറ്റി? മരവാഴ പറഞ്ഞാൽ നമ്മളോട് പലരും കളിയാക്കി പറയില്ലേ, നീ എന്തൊരു മരവാഴയാടാ ചോദിക്കുക അല്ലെ. മരവാഴ പറയുമ്പോൾ ഒന്നുമില്ല, ആള് ഭയങ്കര പാവാ. ഒരു സസ്യത്തിന്റെ മുകളിൽ കയറി ഇരിക്കേ ചെയ്യുള്ളൂ. എന്ന് ജസ്റ്റ് ഒരു ഇരിപ്പിടത്തിന് വേണ്ടി ഒന്ന് സിറ്റ് ചെയ്യാൻ കുറച്ച് സ്ഥലം. നമ്മളിപ്പോ ക്ലാസ്സിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ചോദിക്കില്ലേ, എടാ എനിക്ക് ഇത്തിരി സ്ഥലം എന്താടാ ബെഞ്ചിലെ ചോദിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു സസ്യത്തിന് മുകളിൽ കയറി ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ മൂപ്പർക്ക് വേണ്ടുള്ളൂ. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് വിത്തൗട്ട് ഹാർമിംഗ് ദം. സോ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ് എന്താണ്? ജസ്റ്റ് ഫോർ സിറ്റിംഗ്, ഒരു ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട് അത് നോക്കുകയാണെങ്കിൽ അതാണ് എപ്പിഫൈറ്റുകൾ. അതുകൊണ്ട് തന്നെ ആ നിൽക്കുന്ന പ്ലാന്റിനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല.
ഇപ്പൊ കുരുമുളകിന്റെ മുകളാണ് മരവാഴ എന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ ചെടിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല, അത് സുഖമായിട്ട് അവിടെ ഇരുന്നോളും. റെഡി? ഇതാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിലുള്ള എക്സാമ്പിൾ ആണ് മരവാഴ. എന്നാൽ ലൊറാന്തസ് അല്ലെങ്കിൽ മൂടില്ല താളി, കസ്ക്യൂട്ട അല്ലെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താ പ്രശ്നം അറിയോ? ഇവന്മാര് ഭയങ്കര വില്ലന്മാരാണ്. നമ്മുടെ സിനിമയിൽ നമ്മള് വില്ലന്മാര് റോള് കൊണ്ടുമ്പോ എങ്ങനെയാ, അതേപോലെയാണ് ഇവന്മാരുടെ കേസ്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലം വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് ശിവന്മാർ എന്ത് ചെയ്യും? ഒരു ഇപ്പൊ മാവിന്റെ മുള കയറി നിൽക്കുന്ന വിചാരിച്ചോ, മാവിനെ കംപ്ലീറ്റ് ഊറ്റും. മാവിന് കിട്ടേണ്ട പോഷണവും നല്ല സാധനങ്ങളൊക്കെ എടുത്ത് ഊറ്റി ജീവിച്ചിട്ട് ഇവന്മാര് കുട്ടപ്പന്മാരാവും. അതാണ് ഇത്തിക്കണ്ണിയുടെ കേസ്. ഇത്തിക്കണ്ണിയാണെങ്കിൽ പകുതിയെ വലിച്ചെടുക്കുള്ളൂ, പകുതി ലവണവും ഇതൊക്കെ വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അതിനെ അർദ്ധപരാതം അല്ലെങ്കിൽ സെമി പാരാസെറ്റ് എന്ന് പറയാം. സെമി പറയുമ്പോൾ തന്നെ പകുതി എന്നർത്ഥം അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെമി പാരാസെറ്റ് അല്ലെങ്കിൽ അർദ്ധപരാതം പറയാം. ഇതാ കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നവന്മാരുണ്ട്, ഒരു ദയാദാക്ഷിണ്യം ഇല്ലാണ്ട് വലിച്ചെടുക്കുന്നവന്മാരുണ്ട്. ആ മരന് കസ്ക്യൂട്ട, മൂടില്ല താളി കംപ്ലീറ്റ് ചെടിയിൽ നിന്നും കംപ്ലീറ്റ് സാധനം വലിച്ചെടുക്കുക. നിനക്കിളക്കെ എനിക്കില്ലടാ പറഞ്ഞ എല്ലാം വലിച്ചെടുത്തിട്ട് ആ നിന്ന ചെടീനെ കൂടെ നശിപ്പിക്കും. മാവിന്റെ മുകളിൽ നിന്നിച്ച് മാവ് നശിവും, ഇവന്മാര് വളർന്ന് വലുതാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫുള്ളി പാരാസൈറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പാരാസൈറ്റ് അല്ലെങ്കിൽ എന്താ പറയാ പൂർണ്ണപരാതം. കംപ്ലീറ്റ്, പൂർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് എന്നർത്ഥം. അതാണ് കാര്യം. സെറ്റ് അല്ലേ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ഫോളോയിങ് ഐറ്റംസ് ഓഫ് അപ്രോപ്രിയേറ്റ് ഹെഡിങ്. താഴെ കൊടുത്ത വസ്തുക്കളെ അനുയോജ്യമാവിധം പട്ടികപ്പെടുത്താൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ലീഫ്, വാക്സ്, ഐസ്, കോയിന്, അയർണീല, ലീഫ്, അങ്ങനെ കുറെ സാധനം തന്നിട്ടുണ്ട് അല്ലെ. ഇത് എന്തിന്റെ ബേസിൽ നമ്മൾ ഇതാക്കൂടാ? നിങ്ങൾ വായിച്ചു നോക്കുക. നമ്മൾ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്തോ സാധനമാണ്. വെള്ളത്തിൽ പൊങ്ങുന്നവയാണോ മുങ്ങുന്നവയാണോ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫ്ലോട്ടിംഗ് ആൻഡ് സിങ്കിങ് പഠിച്ചിട്ടില്ലേ? യെസ്, സബ്സ്റ്റൻസ് ദാറ്റ് സിങ്ക് ആൻഡ് ദാറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഇവരെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെയാണ്? ഈ പൊങ്ങിക്കിടക്കുന്ന എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ലീഫ്, മെഴുക്, ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊങ്ങുന്നവ. ബലൂൺ, ഇപ്പൊ ബലൂൺ ആണെങ്കിലും ലീഫ് ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറഞ്ഞ പോലെ വേറെ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും എക്സാമ്പിൾ ആയിട്ട് ഐസ് ആണെങ്കിലും ഒക്കെ പൊങ്ങിക്കിടക്കുന്ന പറയാം. അതേ സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ വാക്സ് അല്ല സ്റ്റോണ്, അതുപോലെ തന്നെ വേറെ അയർണീല, കോയിന്, ഇവന്മാരൊക്കെ എന്താ മക്കളെ വെള്ളത്തിലിട്ട താഴ്ന്നു പോവുള്ളൂ. സോ ഫ്ലോട്ടിംഗ് ആൻഡ് സിങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവരെ സിമ്പിൾ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിന്റെ മക്കളെ പഠിച്ചു വെക്കുക. എക്സാമിൽ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ ജലത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ എന്നിവ തരംതിരിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ഷുഗർ, ഇത്രയും സാധനമാണ് തന്നിട്ടുള്ളത്. എങ്ങനെ മക്കളെ കാറ്റഗറൈസ് ചെയ്യാം? എന്താണ് സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ? ലയിക്കുന്നവ ലയിക്കാത്തവ. എന്താ ലയിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാനൊരു പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി അവിടെ വെച്ചാൽ അത് പിന്നീട് കാണാൻ കിട്ടില്ല അല്ലേ? പഞ്ചസാര കംപ്ലീറ്റ് ലയിച്ചു പോയി എന്ന് പറയാൻ പറ്റും. ഉപ്പുവെള്ളമാണെങ്കിൽ അങ്ങനെ തന്നെ. അതേസമയം ഞാനൊരു മണൽ കൊണ്ടിട്ട് അതിനെടുത്തിട്ട് ആക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ മണൽ അതുപോലെ തന്നെ താഴെ അങ്ങനെ അടിഞ്ഞിരിക്കുകയുള്ളൂ, അത് അലിയില്ല. അപ്പൊ സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ, ലയിക്കുന്നവയും ലയിക്കാത്തവ എന്നുള്ള രണ്ട് കാറ്റഗറിയാണ് നമുക്കുള്ളത് അല്ലെ. അതില് മെയിൻ ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് ലയിക്കുന്ന സാധനങ്ങള് ഈ ഷുഗർ, അതുപോലെ തന്നെ സോൾട്ട് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലെ. ആ സാധനങ്ങൾ കുറഞ്ഞ അളവിൽ നമ്മൾ എടുക്കുന്ന സാധനമല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് സൊല്യൂട്ട് എന്ന് പറയും. സൊല്യൂട്ട് അല്ലെങ്കിൽ ലീൻ എന്ന് പറയും. എന്നെ എന്തിലാ ലയിപ്പിച്ചേ? വെള്ളത്തിലല്ലേ? വെള്ളമാണല്ലോ മെയിനായിട്ട് എടുത്തേ. അതിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയും, ലായകം എന്ന് പറയും. അതും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോ ഇതേപോലെ മണ്ണ് എടുത്തിട്ടാണ് നിങ്ങൾ വെള്ളത്തിലിട്ടെങ്കിൽ ആ മണ്ണ് അതുപോലെ തന്നെ ഇരിക്കും, കാരണം അവന്മാരെ ലയിക്കില്ല. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്നവ ലയിക്കാത്തവ എന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഉപ്പ്, പഞ്ചസാര, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, തുരിശൊക്കെ വാട്ടറിൽ സൊല്യൂബിൾ ആണ്. വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ് മണല്, മണ്ണെണ്ണ, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, ലയിക്കാത്തവയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെറ്റ്, റെഡി. ഇനി നോക്കൂ, താഴെ കൊടുത്ത വസ്തുക്കളെ ശ്രദ്ധിക്കൂ. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ജലത്തിന്റെ സവിശേഷത വസ്ത്രങ്ങൾ അലക്കാൻ സഹായിക്കുന്നു. ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസ് ഹെൽപ്പ് ടു വാഷിംഗ് ക്ലോത്ത്. ജലത്തിന് മറ്റു രണ്ട് സവിശേഷത എഴുതിയിട്ട് നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് കൊടുക്കാനാ പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ള സാധനം, നല്ല ആവിയില സുടാന്നിരിക്കുന്ന പുട്ടും കടലും കഴിച്ച് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ ആവിയിൽ വേവിക്കാന്നൊക്കെ പറയുമ്പോ എന്താ മക്കളെ, നമ്മുടെ വെള്ളം അല്ലേ ആവിയായിട്ട് പോകുന്നേ, അതിന്റെ ചൂടേറ്റിട്ട് അതിന്റെ താപം ഏറ്റിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് വെന്ത് കിട്ടുന്നത്. അതേപോലെ വസ്ത്രം അലക്കുന്ന സമയത്ത് വസ്ത്രം അലക്കി കഴിഞ്ഞ് നമ്മൾ സോപ്പ് ഡിറ്റർജന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ അലക്കി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുറത്ത് തോരിയിട്ട് കഴിഞ്ഞത് എന്താണ് നമുക്ക് എന്തായിട്ട് കിട്ടും? അത് ഡ്രൈ ആയിട്ട് കിട്ടും അല്ലെ. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ വെള്ളം ചൂടാക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ചായ ചൂടാക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ച്
ഒക്കെ കുറെ കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ ചെറുകണികൾക്ക് ചുറ്റുപാടും വ്യാപിക്കുന്നതിനാണ് വാപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയാം. ഒന്നുമില്ല, ഒരു ചായ ചൂടാക്കുക, വെള്ളം ചൂടാക്കലേ ആദ്യം നമ്മൾ ചെയ്യുക. ആ വെള്ളം ചൂടാവുക പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് സ്റ്റേറ്റില് വെള്ളമായിട്ട് നിന്നിരുന്ന ആള് നീരാവി ആയിട്ട് പോയി ഗ്യാസ് ആയിട്ട് മാറി അല്ലെ. അതിനെയാണ് നമ്മൾ പറയുക ബാഷ്പീകരണം, വേപ്പറൈസേഷൻ. വെള്ളം ചൂടാക്കുക, അത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ വലിയ കാര്യം ഒന്നും ആലോചിക്കണം, വെള്ളം ചൂടാക്കുക. റെഡി. അപ്പൊ ചൂടാക്കുമ്പോൾ ബാഷ്പത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ദ സ്പ്രെഡിംഗ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് ഫ്രം its surface to the surrounding is called vaporization. As the substance heat up, the rate of vaporization increases. Vaporization occurs in all temperature എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താണ്, ബാഷ്പീകരണം എന്താണെന്ന് പഠിക്കുക. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, നമ്മൾ ഉള്ള വെള്ളം ചൂടാക്കുക, നീരാവി ആറ്റ് പോവുക, ഗ്യാഷ്യസ് ഫോമിൽ പോവുക. റെഡി അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ, പക്ഷേ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് പോർഷൻസ് ആണ് മിസ് പറഞ്ഞത്. അപ്പൊ മിടുക്കരായിട്ട് പഠിക്കുക, എക്സാം ഉഷാറായിട്ട് എഴുതുക. ഓൾ ദ വെരി best. Thank you so much. Bye bye. See you. Bye bye.